ഇന്റർനെറ്റും മൊബൈലും വ്യാപകമായതോടെ ആശയവിനിമയോപാധി എന്ന നിലയിൽ തപാലുകൾക്കുണ്ടായിരുന്ന സ്ഥാനം എന്നോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കത്തുകളും കത്തുകൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ പോലും ഗൃഹാതുരതയുണർത്തുന്ന ഓർമ്മകളാകുന്ന കാലഘട്ടത്തിൽ തലയെടുപ്പോടെ വേറിട്ടു നിൽക്കുകയാണ് ഒരു പോസ്റ്റ് ഓഫീസ്. ഇത് ശബരിമല പോസ്റ്റ് ഓഫീസ്. ഭഗവാന്റെ പേരിൽ കത്തുകളെത്തുന്ന ലോകത്തിലെ അപൂർവ ഇടങ്ങളിലൊന്ന്. മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്തും വിഷു ഉത്സവത്തിന് 10 ദിവസവുമാണ് ഈ പോസ്റ്റ് ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നത്. ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങി ഭാഷകൾക്കും ദേശത്തിനും അതീതമായി ഭക്തർ ഇവിടേക്ക് കത്തുകൾ എഴുതുന്നു. സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുന്ന 150-ലധികം കത്തുകൾ ദിനംപ്രതി എത്തുമെന്ന് സബ് പോസ്റ്റ് മാസ്റ്റർ അനിൽ പറഞ്ഞു. മണ്ഡല മകരവിളക്ക് വിഷു കാലത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഓഫീസ്. ഇവിടെ വരുന്ന കൂടുതൽ കത്തുകളും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക്, എല്ലാവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ള കത്തുകളും ദേവസ്വം ബോർഡിനുള്ള കത്തുകളാണ് കൂടുതലും. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കത്തുകൾ, അവരുടെ മംഗളകർമ്മങ്ങളിൽ അയ്യപ്പനെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകൾ ധാരാളം വരാറുണ്ട്. നിലവിൽ 6 ജീവനക്കാരാണ് പോസ്റ്റ് ഓഫീസിലുള്ളത്. ഭഗവാനുള്ള കത്തുകൾക്ക് പുറമെ സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകൾക്കുള്ള കത്തുകളും ഭക്തർ അയക്കുന്ന മണി ഓർഡറുകളും ഇവിടെ എത്തുന്നു. അപൂർവം ചിലർ സന്നിധാനത്ത് നിന്ന് അങ്ങോട്ടും എഴുതാറുണ്ട്. നേരിട്ടല്ലെങ്കിലും കത്തിലൂടെ ആവശ്യപ്പെടുന്നതെന്തും ഭഗവാൻ സാധിച്ചു തരുമെന്ന വിശ്വാസമാണ് ഇങ്ങനെ ഓരോ കത്തും മലകയറി എത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണം. അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്ന ഓരോ കത്തും അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ്. ഒരിക്കലും ലഭിക്കാത്ത മറുപടി കത്തിന് കാത്തു നിൽക്കാതെ ഭക്തർ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അത് തുടരുവോളം ഈ സീലടിയുടെ ശബ്ദം നിലയ്ക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ സന്ദീപ് രാജിനൊപ്പം രഞ്ജിത്തമ്പാടി, ഇന്ത്യ വിഷൻ.